അപ്പോസ്തലപ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്ക്. തെക്കൻ കാറ്റും മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. 27-ാമത്തെ അധ്യായത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തെക്കൻ കാറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 28-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റേന്ന് പുതല്ലിയിലെത്തി അവിടെ സഹോദരന്മാരെ കണ്ടു. തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ അവർ റോമയിലെത്തി. അവിടെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ട് അപ്യപുരവും ത്രിമണ്ഡവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. എല്ലാവരും പറഞ്ഞിട്ട് തെക്കൻ കാറ്റ്. ഒരിക്കൽ കൂടെ എല്ലാവരും പറഞ്ഞ തെക്കൻ കാറ്റ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യേശു ഉണ്ടായിരുന്ന പടകിലും യേശു ഇല്ലാത്ത പടകിലും കാറ്റടിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവാത്മാവുള്ളവൻ ഒരു സ്ഥലത്തും തകർന്നിട്ടില്ല. കർത്താവുള്ള ഒരുവനും ഒരു പ്രതിസന്ധിക്കകത്തും തകർന്നിട്ടില്ല. വേദപുസ്തകത്തിൽ നമ്മൾ ഈ കാറ്റിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കാറ്റായിട്ട് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വേദപുസ്തകം 1-2 കാറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട് ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ തെക്കൻ കാറ്റെന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, ആ വാക്യത്തിൽ ദൈവഭക്തനാകുന്ന ഇയ്യോബ് പറയുകയാണ്, എൻ്റെ കുടുംബത്തിനകത്തും എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയൊരു കാറ്റടിച്ചു. ഈ പ്രകാരം പറയുകയാണ്, വീടിൻ്റെ 4 മൂലയ്ക്കും അടിക്കുന്ന ഒരു വലിയൊരു കാറ്റ് എൻ്റെ വീട്ടിലടിച്ചു. ആ കാറ്റടിച്ചപ്പോ എൻ്റെ വീട്ടിനകത്തുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് യൗവനക്കാർ ആ കാറ്റിനകത്ത് തകർക്കപ്പെട്ടു പോയി. വചനം പറഞ്ഞ പെട്ടെന്ന്, എല്ലാവരും പറഞ്ഞ പെട്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കേൾക്കുന്ന കാര്യം ഇതാണ്, പെട്ടെന്ന്, വളരെ നാളായിട്ട്, എങ്കിൽ, ഇല്ലേ, അങ്ങനെയുള്ള ചില വാക്കുകളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് തലമുറയിൽ ഭയങ്കരമാകുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ദൈവഭക്തനാകുന്ന ഒരു മനുഷ്യനാകുന്ന ഇയ്യോബ്, ദോഷമിട്ട് അകലുന്നവനായ ഇയ്യോബ്, ദൈവം ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന മനുഷ്യനായ ഇയ്യോബ്, ഭക്തി മുറുകെ പിടിക്കുന്നതായ ഇയ്യോബ്, ആ ഇയ്യോബ് ഈ കാറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ്. ആ വാക്ക് കണ്ടോ, മരുഭൂമിയിലെ കൊടുങ്കാറ്റ്. എല്ലാവരും പറഞ്ഞ മരുഭൂമിയിലെ കൊടുങ്കാറ്റ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് ഈ തെക്കൻ കാറ്റിനെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ഈ വചനം പഠിക്കുമ്പോഴൊക്കെയും കർത്താവ് ഇടപെടുന്ന ഒരു വേർഡായിരുന്നു തെക്കൻ കാറ്റ്. അപ്പോൾ ഞാൻ ഈ കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ എന്നോട് ഒത്തിരി കാറ്റുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇയ്യോബിൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വന്ന കാറ്റ് മരുഭൂമിയിലെ കൊടുങ്കാറ്റാണ്. അപ്പം ഞാൻ ഈ മരുഭൂമിയിലെ കൊടുങ്കാറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഇതാണ്, ആ ഏറ്റവും അധികം ഭയാനകമാകുന്ന ഒരു കൊടുങ്കാറ്റാണ് മരുഭൂമിയിലെ കൊടുങ്കാറ്റ്. എന്ന് പറഞ്ഞാൽ സാധാ കാറ്റ് തണുപ്പ് കൊണ്ടുവരുമെങ്കിൽ മരുഭൂമിയിലെ കാറ്റെന്ന് പറയുന്നത് പൊടിയും അതുപോലെ ഭയങ്കരമാകുന്ന ചൂടുമാണ് ഈ കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നത്. മറ്റൊരു കാര്യം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെയും ഭയങ്കരമായിട്ട് അഞ്ഞടിക്കുമെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം ഇയ്യോബിൻ്റെ കുടുംബത്തിനകത്ത് സാത്താൻ ആ കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ദൈവം പറഞ്ഞൊരു വാക്ക്, മനുഷ്യന്റെ പ്രാണൻ പോലും നീ തൊടല്, ബാക്കി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവിടത്തെ കാറ്റടിച്ചു വിടുന്നത് സാത്താനാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല കാറ്റുകളും അടിച്ചുവിട്ടത് സാത്താനായിരുന്നു. ഈ കാറ്റിന്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനാണ്. അപ്പൊ ഇയ്യോബിന്റെ കുടുംബത്തിനകത്ത് ശക്തമാകുന്ന കൊടുങ്കാറ്റടിച്ചിട്ട് ആ കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. എവിടെ അടിച്ചു? വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ആ വീടിന്റെ 4 മൂലയ്ക്കും കൊടുങ്കാറ്റടിക്കുമ്പോൾ അനന്തരഫലം എന്തായിരുന്നു? വായിച്ചോ. യൗവനക്കാരുടെ
മേൽ വീണു, അവർ മരിച്ചുപോയി. ആരെ മേലാ വീണ? അപ്പൊ ഈ കാറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത് യൗവനക്കാരുടെ മേലെ ഭാവിയില് ദൈവിക പദ്ധതിയുള്ള, ദൈവിക നിയോഗമുള്ള, ദൈവിക വാഗ്ദത്തങ്ങളുള്ള, പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കട്ടെ, യൗവനക്കാരുടെ മേൽ അടിക്കുന്ന ശക്തമായ കാറ്റിനെയാണ് ഇവിടെ ഇയ്യോബ് പറയുന്നത് മരുഭൂമിയിലെ കൊടുങ്കാറ്റ്. അനന്തരഫലം എന്തുണ്ടായി? യൗവനക്കാർ മരിച്ചുപോയി. ഇത് വേദോസം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിനകത്ത് അടിച്ച കൊടുങ്കാറ്റാ. പക്ഷെ മക്കൾ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. എനിക്കത് അദ്ദേഹമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇയ്യോബ് ദൈവവുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമാകുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ പക്ഷെ ഇയ്യോബ് നിന്നു. ഹല്ലേലൂയ. നമ്മൾ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവ കൃപയാൽ നമ്മൾ നിന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ എങ്ങനെ നിന്ന്? ദൈവത്തിന്റെ കൃപയാൽ, അല്ലേ? സ്തോത്രം. ഇത് അടുത്തൊരു കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ യേശു കർത്താവ് ഊമകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ ഊമയിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ച ഇങ്ങനെയാണ്: 2 ഭവനങ്ങൾ പണിതു, ഒരു ഭവനം മണലിന്മേൽ പണിതു, ഒരു ഭവനം പാറമേൽ പണിതു. ഈ 2 വീട്ടിലും വൻമല ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, ആ വീടിന്റെ മേൽ എന്ത് ചെയ്തു? അടിച്ചു. സ്തോത്രം. കാറ്റും അടിച്ചു. പക്ഷേ സുവിശേഷത്തിൽ പറയുകയാണ്, ഈ 2 വീടിന്റെ മേലും കാറ്റടിക്കുമ്പോൾ മണലിന്മേൽ പണിത ഭവനം പൊളിഞ്ഞു താഴെ പോയി. പക്ഷെ പാറമേൽ പണിത ഭവനം കാറ്റടിച്ചിട്ടും തകർന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, നിന്റെ അടിസ്ഥാനം നീ ക്രിസ്തുവിലാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ, കർത്താവിലാണ് നിങ്ങൾ അടിസ്ഥാനമിട്ടതെങ്കിൽ, എന്റെ ദൈവത്തിലാണ് അടിസ്ഥാനമിട്ടതെങ്കിൽ, ഏത് പേമാരി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് കാറ്റടിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭവനം പ്രതിസന്ധിക്കകത്ത് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം വരാത്തത് കൊണ്ടാണോ? നിങ്ങളുടെ വീടിനകത്ത് പ്രതികൂലം വരാത്തത് കൊണ്ടാണോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രശ്നങ്ങൾ വന്നില്ലേ? പ്രതിസന്ധികൾ വന്നില്ലേ? പക്ഷെ എന്താ നശിക്കാത്ത കാരണം? ദൈവത്തിന് എന്തൊരു പ്ലാനുണ്ട്. ദൈവത്തിന് എന്തോ ഭയങ്കര പദ്ധതിയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ സാത്താൻ ഏതൊക്കെ നിലവാരത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് വിരോധമായി അടിച്ചുവിട്ടു, അപ്പോഴും നിങ്ങളെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ, രാമേൻ പറഞ്ഞാട്ടെ. കാരണം വചനം പറഞ്ഞ വാക്കിങ്ങനെയാണ്: നദികൾ പൊങ്ങി, മഴയുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, പക്ഷേ വലിയൊരു കാറ്റ് വീടിന്മേൽ അടിച്ചു. ആലോചിച്ച് നോക്കണേ, മഴ പെയ്തത് വീടിനെ തകർത്ത് കളയാനാ, അല്ലേ? നദികൾ പൊങ്ങിയത് വീടിനെ മുക്കാനാ. കാറ്റടിച്ചത് ഇതിലൊന്നിലും തകർന്നില്ല എങ്കിൽ അതിനെ മേളിലെന്ന താഴോട്ട് തകർത്ത് കളയാനാ. പക്ഷെ 3 സാഹചര്യത്തിനകത്തും തകർന്നു പോകാത്തൊരു വീടുണ്ട്. അത് പാറമേൽ പണിത ഭവനമാണ്. അത് കർത്താവിൽ പണിത ഭവനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവിലാണോ നിങ്ങളുടെ ജീവിതം പണിതിരിക്കുന്നത്? കർത്താവിലാണോ നിങ്ങളുടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്? അതുപോലെ ദൈവദാസന്മാരിലാണോ? പക്ഷേ കർത്താവിലാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ പണിതിരിക്കുന്നതെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിലും എൻ്റെ കർത്താവ് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മൾ മാർക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് അവിടെ യേശു ഉണ്ടായിരുന്ന പടകിനകത്ത് ചുഴലിക്കാറ്റുണ്ടായി. എന്നുണ്ടായി? അപ്പൊ യേശുവുള്ള പടകിലും യേശുവില്ലാത്ത പടകിലും കാറ്റടിക്കും, അല്ലേ? ലോകത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രതിസന്ധി ഉണ്ടാകും. ലോകത്തിലാണോ ജീവിക്കുന്നത്? വെല്ലുവിളി ഉണ്ടാകും. ലോകത്തിലാണോ ജീവിക്കുന്നത്? കഷ്ടതകൾ ഉണ്ടാകും. ഇവിടെ യേശു കർത്താവ് ആ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. ഗദരന്മാരുടെ ദേശത്തിൽ കിടക്കുന്ന ഒരു യൗവനക്കാരനെ വിടുവിക്കുവാൻ യേശു കടന്നു പോവുകയാണ്. അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ പോകാം, അക്കരയ്ക്ക് പോകാം. അപ്പൊ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടെ പടകിൽ കയറി അവർ കുറച്ചു ദൂരം യാത്ര ചെയ്തു പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചുഴലിക്കാറ്റുണ്ടായി. എന്നുണ്ടായി? ചുഴലിക്കാറ്റ്.
ആദ്യം നിങ്ങൾ കേട്ടത് മരുഭൂമിയിലെ കാറ്റ്, രണ്ടാമത്തെ കാറ്റ് സാധാ കാറ്റ് അടിച്ചത്, മൂന്നാമത്തെ കാറ്റ് ചുഴലിക്കാറ്റ്. അല്ലേ പറഞ്ഞത്? ചുഴലിക്കാറ്റ്. അത് യേശു ഉണ്ടായിരുന്ന പടകിലാണ് ചുഴലിക്കാറ്റ് അടിച്ചത്. അപ്പം യേശു പടകിലുണ്ട്, ശിഷ്യന്മാർ പടകിനകത്തുണ്ട്. എന്റെ ചോദ്യം, യേശു ആണോ ഈ കാറ്റിനെ അയച്ചത്? പറഞ്ഞേ, യേശു ആണോ? യേശു ഒരിക്കലും പടകിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാരെയും യേശുവിനെയും തകർക്കാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കാറ്റ് അയക്കത്തില്ല. അപ്പം നമ്മൾ പോലും അറിയാതെ പ്രതികൂലം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രതികൂലം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മിലേക്ക് അയക്കുന്നത്, അത് സാത്താന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പടകിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? അപ്പം ആ ചുഴലിക്കാറ്റും ജീവിതങ്ങളെ തകർക്കാൻ വന്നതാണ്, അല്ലേ? വ്യക്തികളെ തകർക്കാൻ വന്നതാണ്. പക്ഷെ തകർന്നോ? ഒരിക്കലും തകർന്നില്ല. അവരെ വിളിച്ചു, യേശുവേ. എല്ലാവരും വിളിച്ചു, യേശുവേ, വിളിച്ചേ, യേശുവേ. പക്ഷെ നമ്മള് കർത്താവ് ആ വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്യണം? നമ്മൾ വിളിക്കണം. കർത്താവിനെ ഒരിക്കലും വിളിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് ഏത് ആവശ്യത്തിന്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് പ്രതിസന്ധിക്കകത്തും നമ്മുടെ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് മറുപടി നൽകുന്നവനാണ്. അപ്പോൾ കർത്താവ് ആ കാറ്റിനെ ശാസിച്ചത് ഇങ്ങനെയാണ്: യേശു പടകിൽ എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് വാക്ക് കടലിനോടും കാറ്റിനോടും പറഞ്ഞു, കാറ്റേ അടങ്ങ്, കടല് ശാന്തമാകും. അപ്പം യേശുവിൻ്റെ വാക്ക് അധികാരമുള്ളത് കൊണ്ട്, ശക്തിയുള്ളത് കൊണ്ട് കാറ്റ് അമർന്നു, കടൽ എന്ത് ചെയ്തു? ശാന്തമായി. അപ്പോൾ പ്രതികൂലം അഴിച്ചുവിടുന്നത് സാത്താനാണ് എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലേ? വേദപുസ്തകത്തിൽ നിരവധി കാറ്റുകൾ നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും നമ്മുടെ അകത്ത് പോലും എന്തുണ്ട്? കാറ്റുണ്ട്, അല്ലേ? കാറ്റുണ്ടോ? കാറ്റുള്ളവരൊക്കെ സ്തോത്രം പറഞ്ഞ്. എല്ലാവരുടെ അകത്തും കാറ്റുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ അടുപ്പില് തീ കത്തിക്കുമ്പോൾ തീ കത്താതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാറ്റ് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞേ, എന്ത് ചെയ്യും? നമ്മളതിന് അപ്പൊ നമ്മുടെ അകത്ത് എന്തുണ്ട്? ഓൾറെഡി നമ്മൾ അറിയാത്തൊരു കാറ്റ് നമ്മുടെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ ശ്വസിക്കുമ്പോ വായു നമ്മുടെ അകത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇത് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് പോലെയല്ല. പക്ഷെ നമ്മുടെ വാക്യകത്ത് നിന്ന് തന്നെ നമ്മൾ അറിയാതെ ശക്തമായിട്ടുള്ളൊരു കാറ്റ് അടുപ്പിലേക്ക് ഊതുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ വിറക് ആളിക്കത്തുവാനിടയാകും. സ്തോത്രം. അപ്പൊ കാറ്റിന്റെ പ്രവൃത്തി ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമുക്കറിയാം, കഴിഞ്ഞ ആളുകളിലൊക്കെ ഓക്കി അടിച്ചു. ഓക്കി ചുഴലിക്കാറ്റിൽ ഒരുപാട് നഷ്ടമുണ്ടായി. ഈ ടൊർണാഡോ ചുഴലിക്കാറ്റിനകത്ത് പ്ലെയിനുകളെല്ലാം അന്തരീക്ഷത്തിൽ കിടന്ന് പറക്കുന്നതൊക്കെ യൂട്യൂബിലൂടെ, ടി വിയിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ട് പ്ലെയിനിനെ പോലും പറത്താൻ കഴിയുള്ള, എന്താ പറയുക, ഇളക്കി മറിക്കാൻ കഴിയുള്ള എയർപോർട്ടുകളൊക്കെ ഒത്തിരി തകർപ്പിപ്പോൾ. നിങ്ങൾക്കറിയാം പ്ലെയിനിൻ്റെ വെയിറ്റ് എന്തുമാത്രം വെയിറ്റ്, അല്ലേ? അപ്പം കാറ്റിന് ശക്തിയുണ്ടോ? ശക്തിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുന്ന അസാധാരണമായ ശക്തിയുണ്ട്. നമ്മുടെ വചനം വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 27-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വല്ലാത്ത കൊടുങ്കാറ്റ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് ശക്തമായി അടിക്കുന്ന കാറ്റിനെയാണ് ഈശാനമൂലൻ എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞ് ഈശാനമൂലൻ. പൗലോസ് പറഞ്ഞു, ഈ ഈശാനമൂലൻ വല്ലാതെ ഞങ്ങളുടെ പടകിനകത്ത് ആഞ്ഞടിക്കുകയുണ്ടായി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ആ തെക്കൻ കാറ്റിലോട്ടൊന്ന് വരാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27 പൗലോസ് പ്രകാരം പറയുന്ന ആ വാക്ക് നോക്കിക്കോണ്ടേ. 27:13 ആ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ ഞങ്ങളുടെ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറഞ്ഞ കാറ്റുകളെല്ലാം അപകടകാരികളായ കാറ്റുകളാണ്, പ്രശ്നമുള്ള കാറ്റുകളാണ്, പ്രതിസന്ധിയുള്ള കാറ്റുകളാണ്. പക്ഷേ തെക്കൻ കാറ്റിന്റെ ഒരു പ്രത്യേകത, അത് മന്ദമായി ഊതുന്ന കാറ്റാണ്. സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ ഈ തെക്കൻ കാറ്റിനെ കുറിച്ച് ഒരുപാട് റെഫറൻസുകൾ നോക്കി, പക്ഷെ അധികം ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ യാത്രയിലും എൻ്റെ പ്രാർത്ഥന റൂമിലൊക്കെയും ഇപ്രകാരം പറഞ്ഞു, തെക്കൻ കാറ്റ്. എല്ലാവരും പറഞ്ഞേ, തെക്കൻ കാറ്റ്. വേദപുസ്തകത്തിൽ
തെക്കൻ കാറ്റ് അടിച്ച വേറൊരു സ്ഥലമുണ്ട്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപിൽ വഴി അടഞ്ഞുപോയി. ചെങ്കടലിന്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ വടിയെടുത്ത് നീ കടലിലേക്ക് നീട്ടുക. ആ കടലിലേക്ക് നീട്ടിയ സമയത്ത് ദൈവം ചെയ്ത പ്രവൃത്തി ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവൻ തെക്കൻ കാറ്റിനെ അടുപ്പിച്ച് വെള്ളത്തെ രണ്ടായി മാറ്റി. സ്തോത്രം പറഞ്ഞ്. അപ്പൊ നേരത്തെ കേട്ട എല്ലാ കാറ്റുകളും അപകടങ്ങളും അനർത്ഥങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മരണമുണ്ടാക്കുന്ന കാറ്റാണെങ്കിൽ, തെക്കൻ കാറ്റ് പഴയ നിയമത്തിൽ ഇസ്രായേലിന് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി അടിച്ചത് അവന്റെ മുൻപിലെ വഴി തുറക്കാനാണ്. ഈ പകൽക്കാലം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ ഈ തെക്കൻ കാറ്റിന്ന് പകൽക്കാലം അടിക്കാൻ പോവുകയാണ്. എത്ര പേര് ഈ വചനത്തെ വിശ്വസിക്കുന്നു? പ്രതിസന്ധികൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, പ്രതികൂലം നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തെക്കൻ കാറ്റിനെ, എല്ലാവരും പറഞ്ഞാട്ട് തെക്കൻ കാറ്റ്. നമ്മൾ താമസിക്കുന്ന തെക്ക, എല്ലാവരും പറഞ്ഞ് തെക്ക്, എല്ലാവരും പറഞ്ഞ് തെക്ക്, സൗത്ത് അല്ലേ? നമ്മൾ സൗത്തിലാണ് താമസിക്കുന്നവർ. അപ്പൊ ആ കാറ്റടിപ്പിച്ചിട്ട് 1.5 കിലോമീറ്റർ വീതിയുള്ള വഴിയെയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വഴി അടഞ്ഞു എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിച്ചു, കർത്താവ് നിനക്ക് വേണ്ടി തന്നെ കാറ്റിനെ അയക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് വഴി ഒരുക്കുന്ന, പബ്ലിക് വഴിയല്ല. പബ്ലിക് വഴിയാണെങ്കിൽ അതിലൂടെ ഫറവോന് പോകാമായിരുന്നു, പക്ഷേ ഇത് പ്രൈവറ്റ് വഴിയായിരുന്നു. ആ പ്രൈവറ്റ് വഴി ദൈവം തുറന്നപ്പോൾ 1.5 കിലോമീറ്റർ വീതിയുള്ള അതേ വലിയ വഴിയാണെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു. എന്റെ ദൈവം തുറക്കുന്ന വഴികൾ വലിയതും വിശാലവുമായ വഴിയാണ്. ഈ പകൽക്കാലം എവിടെയെങ്കിലുമൊക്കെ വാതിൽ മുട്ടിയവരായി, വാതിൽ അടഞ്ഞവരായി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, മുന്നോട്ട് ഒരു സെക്കൻഡ് പോലും പോകാൻ കഴിയത്തില്ല, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി എന്താ തീരുമാനിക്കേണ്ടത് എനിക്ക് അറിയത്തില്ല, അങ്ങനെ വഴിമുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തെക്കിന്റെ കാറ്റ് എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഈ പകൽക്കാലം അടിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. അത് ഒരാൾക്ക് വേണ്ടിയല്ല അടിച്ചത്, അത് 40 ലക്ഷം ജനത്തെ അക്കരെ എത്തിക്കുവാൻ നിന്റെ വാഗ്ദത്ത ദേശത്ത്, നിന്റെ വാഗ്ദത്ത മേഖലയിൽ, നിന്നോടുള്ള ദൈവിക പ്രവചനത്തിൽ, നിന്നോടുള്ള ദൂതനകത്ത് പരിശുദ്ധാത്മാവിനെ നിന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ചില കാറ്റുകളെ ഈ പകൽക്കാലത്ത് അടിപ്പിക്കുകയാണ്. Come on. ആ കാറ്റ് നിന്റെ മേൽ അടിക്കട്ടെ. എന്റെ കർത്താവിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അതൊരു കാറ്റ് പോലെയുള്ള ശബ്ദം, കൊടുങ്കാറ്റിന്റെ ശബ്ദം പോലെയുള്ള ശബ്ദമത്ര എന്റെ കർത്താവിന്റെ ശബ്ദം. പൗലോസ് പറയുന്നു, അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, ദൈവത്തിന്റെ വചനം അറിഞ്ഞ, ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്ന എൻ്റെ ജീവിതത്തിൽ ഈശാനമൂലൻ അടിച്ചു. പക്ഷെ പൗലോസ് പറയും, എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ പൗലോസ് തകരാതിരുന്നതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തകരത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ഉറച്ചു പറ, അടുത്ത 2 പേർക്ക് കൈ കൊടുത്ത് പറ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തകരത്തില്ല. നിങ്ങൾ കണ്ടു, ഇയ്യോബിന്റെ വീട്ടിലടിച്ച മരുഭൂമിയിലെ കാറ്റ് ഇയ്യോബ് തകർന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, വീടിന്റെ മേൽ അടിച്ച കാറ്റ് വീട് തകർന്നിട്ടില്ല. ഒന്ന് തകർന്നു, ഒന്ന് തകർന്നിട്ടില്ല. മൂന്നാമത്തത്, പടകിൽ അടിച്ച കാറ്റ് പടകും തകർന്നില്ല, ശിഷ്യന്മാരും തകർന്നില്ല. സ്തോത്രം. അത് യേശുള്ള പടകിനകത്തുള്ള കാറ്റ്. 4-മത്തെ കാറ്റ് ഈശാനമൂലൻ. ഈശാനമൂലൻ പടകിന്റെ നേരെ ആഞ്ഞടിച്ചു, പടകെല്ലാം തകർന്നു. നിങ്ങൾ നോക്കി, ഈ ഈശാനമൂലനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ല ഈശാനമൂലൻ അടിക്കുന്നത്, പല പ്രാവശ്യം. നിങ്ങൾ ഈ 27-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പൗലൂസിന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ആ കാറ്റടിച്ചേ. സ്തോത്രം. പക്ഷെ പൗലൂസിന് തെക്കൻ കാറ്റ് എന്ന് ആലോചിച്ചോക്കട്ടെ. പൗലൂസ് ഈ വാനശാസ്ത്രജ്ഞനൊന്നും അല്ല. പുള്ളിക്കാരൻ പറയുകയാണ്, ഇപ്പോൾ അടിക്കുന്ന കാറ്റ് എനിക്ക് നല്ല പരിചയമുണ്ട്. ഏത് കാറ്റാ പരിചയമുള്ളത്? തെക്കൻ കാറ്റ് എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം
പൗലോസിനറിയാം ഇത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ദൈവമാണ് ഈ കാറ്റിനെ കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിൽ കാറ്റിനെ കൊണ്ടുവന്നവൻ പുതിയ നിയമത്തിനകത്ത് പൗലോസ് പറയുന്നു, എനിക്ക് വേണ്ടി അവൻ തെക്കൻ കാറ്റിനെ മന്ദം മന്ദം മന്ദമായി ആ കാറ്റിനെ അവൻ എൻ്റെ മേലെ ഊതുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മേൽ അടിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഈ 27 അവസാന വാക്യത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം അടിച്ച തെക്കൻ കാറ്റ് പിന്നെ റെസ്റ്റ് എടുക്കാൻ പോയി. കാരണം 28 അധ്യായത്തിന്റെ പകുതി ഭാഗം ആകുന്നവർ തെക്കൻ കാറ്റ് അവിടെ എന്തില്ല, പ്രവേശിക്കുന്നില്ല. അപ്പോൾ പൗലോസിനെ ദൈവം നോക്കിയാൽ ഇവൻ പ്രതിസന്ധിക്കൊക്കെ തന്നെ തള്ളി പറയുമോ, പ്രതികൂലത്തിൽ എന്നെ തള്ളി പറയുമോ, കഷ്ടതയിൽ തള്ളി പറയുമോ? പൗലോസിൻ്റെ അടുത്ത് ദൂതന്മാർ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതികൂലം ഉണ്ടെങ്കിലും ഞാൻ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ആ വാക്യത്തിലേക്ക് നമുക്ക് വേഗം ഓടി വരാം. 28 അധ്യായത്തിന്റെ 1 വാക്യപ്രകാരം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പ്രതീക്ഷിക്കാതെ താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ദ്വീപിനകത്ത് പുള്ളിക്കാരൻ പോയി പെടുകയാണ്. ആര് പോയി പെടുന്നു? പൗലോസ് പോയി പെടുകയാണ്. ഈ ദ്വീപിന് പറയുന്ന പേര് മെലീത്ത എന്നാണ്. ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾ നോക്കിക്കൊള്ളണേ. ഒരിക്കലും സുവിശേഷം എത്താത്ത, ഒരിക്കലും ദൈവത്തെ അറിയാത്ത വ്യക്തികളിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പം മെലീത്തയില് ഇവിടെ ബർബരന്മാരെന്ന് പറഞ്ഞാൽ, ഈ ബർബരന്മാര് വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നല്ല അതിൻ്റെ അർത്ഥം. നോൺ ഗ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗ്രീക്ക് അറിഞ്ഞുവിടാത്തവരെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ പൗലോസ് നീന്തി കയറി ആ മെലീത്തയിലോട്ട് കയറിയപ്പോൾ തൻ്റെ വാഗ്ദത്തത്തിന് വിരോധമായി അവിടെ ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്നു. ശ്രദ്ധിച്ച ദൈവമക്കളെ, ആ മെലീത്തയില് പുള്ളിക്കാരൻ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് മനസ്സിലായി. അവിടെയുള്ള ജനങ്ങൾ അവരെ സഹായിച്ചു. പൗലോസ് അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ആൾക്കാർ അവിടെ വിറകുകളെല്ലാം കൂട്ടിയിട്ട് തീ കായുമ്പോൾ ശ്രദ്ധിച്ചേ, 275 യാത്രക്കാരുടെ കയ്യിലും ആര് കയറിയില്ല? പാമ്പ് കയറിയില്ല. പക്ഷെ പാമ്പ് കയറിയത് പൗലോസിന്റെ കയ്യിൽ മാത്രമാണ്. വാഗ്ദത്തം ഉള്ളവനെ സാത്താൻ വെറുതെ വിടത്തില്ല. അവനെ തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്യാൻ വന്നാലും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഹലോ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈക്കകത്ത് കയറി പിടിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ കയറി ചുറ്റുന്ന പലവിധമായ പ്രതികൂലങ്ങൾ, പലവിധമായ പ്രശ്നങ്ങൾ, പലവിധമായ പ്രതിസന്ധികൾ, അത് നിന്നെ തകർക്കാൻ വരുന്നതാണ്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതെന്നെ തൊടപ്പില്ല, ഇതിപ്പോൾ അഗ്നിക്ക് ഇത് ഇരയായി മാറും. ഞാൻ ആത്മാവിൽ ഇപ്പോൾ കൈമാറട്ടെ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ നിങ്ങളെ പിടിച്ചുലയ്ക്കുന്ന പലവിധമായ പ്രശ്നങ്ങളും പലവിധമായ പ്രതിസന്ധികളും ഈ പകൽക്കാലത്തിൽ പറഞ്ഞ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ കുടഞ്ഞു കളയുകയാണ്. അതിനെ കുടഞ്ഞു കളയുകയാണ്. വിശ്വസിക്കുന്നവർ കുടഞ്ഞു കളഞ്ഞാട്ട്. എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ, എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. എന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണെന്ന് ഞാൻ ഈ പകൽക്കാലം തിരിച്ചറിയുന്നു. ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുലുങ്ങി പോകരുത്, നിങ്ങൾ ആടിപ്പോകരുത്, നിങ്ങൾ തളർന്നു പോകല്ല. ദ്വീപിനകത്തുള്ള എല്ലാവരും ആരാധിക്കുന്ന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് നീതിദേവിയാണ്. ഒരു തെറ്റും ചെയ്യാത്ത പൗലോസ് ദ്വീപിനകത്ത് കയറി വന്നപ്പോൾ ദ്വീപിലെ ആൾക്കാർ പറഞ്ഞു, ഇവന്റെ കയ്യിൽ പാമ്പ് കയറുന്ന കണ്ടോ, ഇവൻ കൊലപാതകനാണ്. എന്താണ് ദൈവമക്കളെ, പൗലോസ് കൊലപാതകനാണോ? ഒരു മനുഷ്യൻ കേട്ട അപവാദത്തിന്റെ വാക്കുകൾ, രക്ഷപ്പെട്ട ആശ്വാസത്തിന് വേണ്ടി ഒരു ദ്വീപിനകത്ത് കയറുമ്പോൾ പുള്ളി കേൾക്കുന്ന വാക്ക് കൊലപാതകൻ. ഇതെല്ലാം പൈശാചിക മേഖലയാണ്. പ്രത്യേകിച്ച് അനേകം ദൈവദാസന്മാര് നമ്മൾ പോലും അറിയാതെ, നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി ദൈവദാസന്മാരെ വല്ലാതെ അപമാനിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവരതിൽ നിന്ന് പണമുണ്ടാക്കുന്നു. അനേകം ആൾക്കാർ വചനം കേൾക്കുന്നതിന് പകരം ദൈവദാസന്മാർക്ക് വിരോധമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. വചനം എന്തെന്നോ അതിനെ തെക്കു വടക്ക് പോലും അറിഞ്ഞുവിടാത്തവർ അതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ.
ദൈവമക്കളെ, നിങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടല്. വാഗ്ദത്തമുള്ളവൻ തകർന്നു പോകത്തില്ല. വാഗ്ദത്തമുള്ളവൻ അപവാദം കേട്ടാലും തകരത്തില്ല. വാഗ്ദത്തമുള്ളവൻ പ്രതിസന്ധി ഉണ്ടെങ്കിലും തകർക്കത്തില്ല. അവനെ തകർക്കാൻ ഒരു ഇരുട്ടിന്റെ അധികാരം കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 27-ാമത്തെ അധ്യായത്തിൽ ഭയങ്കരമാകുന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ, കപ്പൽ ഛേദമുണ്ടായപ്പോൾ, മാറി മാറി അറ്റാക്കൽ ഉണ്ടായപ്പോൾ, 3 അപകടം ഉണ്ടായിരുന്നപ്പോൾ പൗലോസ് അവിടെ തകരണമായിരുന്നു. പൗലോസ് തകരാത്തത് ദൈവിക പദ്ധതി ഉള്ളവൻ എവിടെ ഇരുന്നാലും ദൈവം അവന്റെ കൂടെ. Come on! ഈ പകൽക്കാലത്തിൽ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും, എന്തൊക്കെ അപവാദം കേൾക്കേണ്ടി വന്നാലും, എന്തൊക്കെ നീ അനുഭവിക്കേണ്ടി വന്നാലും ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ തള്ളിക്കളയുന്നവനല്ല, അവൻ തകർത്ത് പോകുന്നവന് അവൻ കരം പിടിച്ച് ഉയർത്തുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് അതേ 275 യാത്രക്കാര് രക്ഷപ്പെടുത്തുമ്പോൾ ആ ദ്വീപിലെ ഇരുട്ടിന്റെ മേഖല പറയുകയാണ്, ഇവൻ കൊലപാതകൻ. സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ കൊലപാതക കേസിന് വേണമെങ്കിൽ ചാർജ് ചെയ്യാമായിരുന്നു. പക്ഷേ പൗലൂസ് ദൈവത്താൽ നയിക്കപ്പെടുന്ന മനുഷ്യനാണ്. പൗലൂസിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കും പൗലൂസ് ദൈവദാസനാണെന്ന്. സ്തോത്രം പറഞ്ഞേ. ഞാൻ വീട്ടിൽ പറഞ്ഞ കാലങ്ങൾ കൊണ്ട് തെളിയാൻ പോകുന്നു. ചിലർ ദൈവദാസനാണ്, ചിലർ ദൈവദാസിയാണ്. ഹല്ലേലൂയ. വൻമര ചൊടിഞ്ഞോ, നദികൾ പൊങ്ങി, കാറ്റടിച്ചിട്ടോ, ഒറിജിനലാണെങ്കിൽ നിൽക്കൂ, ഒറിജിനലാണെങ്കിൽ നിൽക്കൂ. ദൈവ പൈതല് പ്രതികൂലമുള്ളവനാ ക്രിസ്ത്യാനി, പ്രശ്നമുള്ളവനാ ക്രിസ്ത്യാനി. പ്രശ്നത്തിൽ വളർന്നതാണ് ക്രിസ്തീയ ജീവിതം, പ്രതികൂലത്തിൽ വളർന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. 2000 വർഷമായി അതിനെ തകർക്കുവാൻ പലരും ശ്രമിച്ചിട്ട് അത് തകരാതിരിക്കുന്നത് ഇത് ദൈവത്താൽ ഉളവായതുകൊണ്ടാണ്. യേശുവിന്റെ കല്ലറ അടയ്ക്കാൻ ഒരുപാട് വിദ്വാൻമാര് ശ്രമിച്ചു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നത്. അവൻ തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല, അവൻ അടച്ചാൽ തുറക്കുവാൻ ആർക്കും കഴിയത്തില്ല. രാജാക്കന്മാര് മാറി മാറി വന്നു, ഭരണാധിപന്മാർ മാറി മാറി വന്നു, നിയമങ്ങൾ പലതും മാറി മാറി 2000 വർഷമായിട്ട് വന്നു. എന്താ എൻ്റെ കർത്താവിൻ്റെ കല്ലറ അടയാത്തത്? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? തുറന്നത് ദൈവമാകയാൽ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, 2000 വർഷമായിട്ടും ഒരു കല്ലറയെ ലോകം മുഴുവനും അടയ്ക്കാൻ നോക്കിയിട്ടും അടയ്ക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്ന വഴിയെ, ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി തുറന്ന വഴിയെ, നിന്റെ കുഞ്ഞിന് വേണ്ടി തുറന്ന വഴിയെ, നിന്റെ ഭാവിക്ക് വേണ്ടി തുറന്ന വഴിയെ, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വഴിയെ, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വാതിലിനെ ആരൊക്കെ വിചാരിച്ചാലും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. പ്രതികൂലം വരുന്തോറും ഇത് വളരും, പ്രശ്നം വരുന്തോറും ഇത് വളരും. അതേ പൗലോസ് പറയുന്നു, അതേ മെലീത്തയിൽ ദൈവത്തിന്റെ വചനം പറയണമെന്ന് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. അതെനിക്ക് അറിയത്തില്ല. പൗലോസ് പറഞ്ഞു, അപകടം വന്നു, അനർത്ഥം വന്നു. പക്ഷെ പൗലോസ് പറയും, ഒരു പട്ടണത്തെ മുഴുവനും ഏകദേശം 32 കിലോമീറ്റർ വ്യാസത്തിൽ കിടക്കുന്ന 9 കിലോമീറ്റർ വീതിയുള്ള ഈ ചെറിയ ദ്വീപ്, സുവിശേഷം എത്താത്ത ദ്വീപ്, ഒന്നാലോചിച്ചോക്കണേ, കപ്പൽ ഛേദം ഒരു അനുഗ്രഹമായി മാറുകയാണ്. നിന്റെ ജീവിതത്തിൽ വന്ന തിന്മകളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളെല്ലാം, നിന്റെ ജീവിതത്തിൽ വന്ന കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം, എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ദൈവം നിനക്ക് സന്തോഷമാക്കി മാറ്റിത്തരാൻ പോവുകയാണ്. 28 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ, ഞാൻ ആ ദ്വീപിലോട്ട് കയറുമ്പോൾ അത് എൻ്റെ കയ്യിൽ അണല് കയറി ചുറ്റിയെങ്കിലും അവിടെ ഒരു തീ ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ തല്ലിക്കൊല്ലാനുള്ള സാഹചര്യം എനിക്കില്ല, പക്ഷെ ഇതിന് കാണാൻ പാടില്ല. തീയിലിട്ടാൽ പിന്നെ അഡ്രസ് ഇല്ലെന്നാ. ഓ, പിടികിട്ടുന്നവർക്കായി സ്തോത്രം, പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ മേല് പരിശുദ്ധാത്മാവ് ഇപ്രകാരം ദൂത് പറയാൻ പറയുന്നു, നീ കാലങ്ങളായി അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിനങ്ങ് തീയിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊടി പോലും ഇല്ലാതെ വണ്ണം അത് കത്തിക്കരിഞ്ഞ് ചമ്പലായി അതിൻ്റെ ഐഡന്റിറ്റി, സാത്താൻ്റെ ഐഡന്റിറ്റി, ആ പ്രതികൂലത്തിൻ്റെ ഐഡന്റിറ്റി അതവിടെ നശിക്കുകയാണ്. ഓ ദൈവമൈതലേ, പ്രതികൂലം കഴിഞ്ഞ ആളുകളിൽ ഉണ്ടായത്, നിനക്കുണ്ടായ വീഴ്ച, നിനക്കുണ്ടായ താഴ്ച, നിനക്കുണ്ടായ കഷ്ടം ആരെങ്കിലും നിന്നെ വെച്ച് മുതലെടുക്കുന്നുവെങ്കിൽ ഈ പകൽക്കാല സ്വർഗം പറയുന്നു അത് എരിഞ്ഞടങ്ങുകയാണ്. അത് വിശ്വസിക്കുന്നവർ come on,
ആരൊക്കെ അത് പ്രാപിക്കുന്നല്ലോ, ആരൊക്കെ അത് പ്രാപിക്കുന്നല്ലോ, ആരൊക്കെ വിടുതൽ പ്രാപിക്കുന്നല്ലോ. ലൈവിലായിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം നിന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന, നിന്റെ നന്മയെ ബാധിക്കുന്ന ഏതോ പ്രതികൂലങ്ങൾ ഇന്ന് പകൽക്കാലം അത് തീക്കകത്ത് വെന്ത് ഉരുകി 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 മനുഷ്യന്മാർ വിചാരിച്ച് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് പകൽക്കാലം പൗലോസിന് അറിയാം. ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാനതിനെ കുടഞ്ഞു കളയും. അടുത്ത വാക്ക് പറയുന്നു, ഇവൻ ഒരു ദേവനാണ്. അഡ്രസ് മാറുക, കൊലപാതകന്റെ പേര് മാറി. ഇപ്പൊ അവര് പറയുന്ന ഇവൻ ആരാണ്? ദേവൻ. ദേവന്മാർ ദേവരൂപത്തിൽ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, ആദ്യത്തെ നെഗറ്റീവ്സിനെ ദൈവം എടുത്തു കളഞ്ഞ് പിന്നെ അത് പോസിറ്റീവായി മാറുകയാണ്. അതിനർത്ഥം പൗലോസ് ദൈവ മനുഷ്യനാണെന്ന് തെളിയിക്കുവാൻ, പൗലോസ് ദൈവത്തിൻ്റെ ദാസനെന്ന് തെളിയിക്കുവാൻ ചില കഷ്ടതകളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും ജീവിതത്തിൽ വന്നു. പക്ഷെ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ഒരു ദൈവദാസനാണ്, ഇവൻ ഒരു ദേവനാണ്, ദൈവം ഇവൻ്റെ അകത്തുണ്ട്. ജനമത് അംഗീകരിച്ചപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം, കൊറോണ പോലെ പകർന്നു പിടിച്ചതായ ഒരു കോളറ, അതിസാരമെന്ന് പറയുന്ന രോഗം ആ ദ്വീപ് പട്ടണത്തിനകത്ത് അനേകം പേരെ കൊന്നൊടുക്കിയപ്പോൾ, അനേകം പേര് രോഗികളായി മാറിയപ്പോൾ പൗലോസ് അവിടെ കടന്നുപോയി ഒരേ ഒരു വാക്ക്, യേശുവിന്റെ നാമത്തിൽ അതിസാരമേ വിട്ടു പൊയ്ക്കൊള്ളുക. ഉടനെ തന്നെ ആ രോഗം വിട്ടുപോയി. ആലോചിച്ച് നോക്കണേ, അഭിഷേകമുള്ളവന്റെ അകത്ത് പ്രശ്നമുണ്ടെങ്കിലും അഭിഷേകം അവന്റെ അകത്ത് വർക്കൗട്ട് ആവുകയാണ്. പ്രതികൂലത്തിലും പ്രശ്നത്തിനകത്തും പ്രതിസന്ധിക്കകത്തും നിന്റെ അഭിഷേകം വർക്കാകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ചിലർ പറയും, അയ്യോ കഷ്ടതയാണ്, ഇപ്പോൾ ഭയങ്കര ഞെരുക്കമാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. ഇങ്ങനെ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിന്റെ നടുവിലും അതേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അകത്ത് പകർന്ന അഭിഷേകം, എന്റെ അകത്ത് വെളിപ്പെട്ട അഭിഷേകം, എന്നിൽ വ്യാപരിച്ച അഭിഷേകം അതിപ്പോഴും നിന്നു പോയിട്ടില്ല. പുള്ളി അതിസാരത്തെ നോക്കി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അതിസാരമേ വിട്ടുപോകാം. ഹല്ലേലൂയ. ദ്വീപിലെ പ്രമാണിയുടെ കോളറ വിട്ടുപോയപ്പോൾ ആ പ്രമാണി പ്രകാരം പറഞ്ഞു, ഞങ്ങളെ കൂടെ വന്ന് താമസിക്കാം. ഒരു ബന്ധമില്ല. ദൈവവൈതല സുവിശേഷം നിങ്ങൾ അറിയാത്ത വഴികളെയും ബന്ധങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരും. സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത്, രാജ്യങ്ങൾ നിന്റെ മുൻപിൽ വരും, നീ കാണാത്ത ആൾക്കാർ നിന്റെ മുൻപിൽ വരും, നീ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നിന്റെ മുൻപിൽ വരും, നീ ചിന്തിക്കാത്ത ആൾക്കാർ നിന്റെ മുൻപിൽ വരും. കാരണം പൗലോസ് ഒരിക്കലും ചിന്തിച്ചതല്ല, ഞാൻ ഇങ്ങനെയുള്ള ഒരാൾക്കാരുടെ അടുക്കൽ സുവിശേഷം പറയുന്നുള്ളൊരു കാര്യം. കർത്താവ് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നീ കൈസരിയിൽ നിൽക്കേണ്ടതാകുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഇടയിൽ വച്ച് നിങ്ങൾ പോലും അറിയാത്ത ചില ദൈവിക നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ചില ദൂതുകൾ കേട്ടത് ചില കാലങ്ങൾ കഴിഞ്ഞേ നടക്കത്തുള്ളൂ, ചില മാസം കഴിഞ്ഞേ നടക്കത്തുള്ളൂ, ചില ആഴ്ചകൾ കഴിഞ്ഞേ നടക്കത്തുള്ളൂ. പക്ഷേ ആ ദൂതിന്റെ ഇടയിൽ നിനക്ക് വേണ്ടി ചില വഴികളും ചില വാതിലുകളും എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. നീ ചിന്തിക്കാത്തത്, നീ കാണാത്തത്, നീ നിരൂപിക്കാത്തത്, പ്രവാചകന്മാര് പ്രവചിക്കാത്തത്, ഇത് പറയുമ്പോൾ തന്നെ ആരുടെ മേലോ ഇത് വ്യാപരിക്കുന്നു, ആരുടെ മേലോ വ്യാപരിക്കുന്നു, ആരുടെ മേലോ വ്യാപരിക്കുന്നു. ഓ ഹല്ലേലൂയ. വാഗ്ദത്തത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ദൈവ പ്രവൃത്തി നിങ്ങൾ കാണും. പൗലോസ് പറയുക, അവർ ഞങ്ങളോട് അസാധാരണമായ കരുണ കാണിച്ചു. സ്തോത്രം. എല്ലാവരും പറഞ്ഞേ അസാധാരണമായ കരുണ. എല്ലാവരും പറഞ്ഞേ. കരുണയ്ക്ക് വേറെ അർത്ഥമുണ്ട്, പക്ഷെ അസാധാരണമായ കരുണ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആർക്കും ഒരു മനസ്സലിവ് തോന്നിയിട്ടില്ല. ആ ഒരു നിലവാരത്തിൽ പ്രമാണിക്ക് മനസ്സലി ഉണ്ടായി. പൗലോസ് അവിടെ ചില ആഴ്ചകൾ താമസിച്ചിട്ട് കപ്പൽ കയറുമ്പോൾ ദ്വീപിന്റെ പ്രമാണിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, അപ്പോസ്തലനായ പൗലോസിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ദ്വീപ് പ്രമാണി വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ കപ്പൽ കയറുമ്പോൾ അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ പ്രമാണിക്ക് ഇഷ്ടമുള്ള സാധനം കപ്പലിനകത്ത് അവരെന്ത് ചെയ്തു? കയറ്റി കൊടുത്തു. ചോദിച്ചതാണോ? പണം കൊടുത്ത് മേടിച്ചതാണോ? ദൈവമക്കളെ, പോക്കറ്റിൽ 5 പൈസയുണ്ടോ? കയ്യിൽ പൈസ ഉണ്ടോ പൗലോസിന്റെ കയ്യില്? കപ്പൽ ചെതത്തിൽ അകപ്പെട്ട് കര കയറിയവന്റെ കയ്യിൽ ഉടുതുണിക്ക് മറുതുണി അല്ലാതെ ഒന്നുമില്ലാതിരിക്കുമ്പോ ദൈവം ചില വ്യക്തികളിലൂടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ.
ഈ പകൽക്കാലം ദൈവം ചില വ്യക്തികളിലൂടെ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നു. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ. ദർശനകുമാരെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി ചില ദൈവിക ഇടപെടലുകൾ മനുഷ്യനിലൂടെ ഈ ആഴ്ച തീരുന്നതിന് മുൻപ് നിന്റെ ലൈഫിനകത്ത് എൻ്റെ കർത്താവ് ഇടപെടുകയാണ്. ഞാൻ ആത്മാവിൽ കൈമാറിട്ട് നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവിക ഇടപെടലുകൾ ഈ പകൽക്കാലം നിന്റെ മേൽ സംഭവിക്കുന്നു. ദൈവിക ഇടപെടലുകൾ നിന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം ഡയറക്റ്റ് ആയിട്ടും പ്രവർത്തിക്കും, ദൈവം മനുഷ്യനിലൂടെയും പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ നോയിക്കൊണ്ടേ, ഒരിക്കലും തിരിച്ചു കൊടുക്കാത്ത നിലവാരത്തിൽ പ്രമാണി അവർക്ക് ദാനമായി കൊടുത്തു. വചനം പറയുന്നു, അവർ കപ്പൽ കയറുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവപ്രമാണി അവർക്ക് എന്ത് ചെയ്തു? കയറ്റി കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ കയറ്റി കൊടുക്കാൻ ആര് നിൽക്കും? കയറ്റണമെങ്കിൽ അത് സാധാ സാധനമല്ല. ഹല്ലേലൂയ. ആൾക്കാർ നിന്ന് ക്യൂ ആയിട്ട് കപ്പലിൽ നിന്ന് ശ്രദ്ധിച്ച് ചെയ്യും മക്കളെ. കപ്പലിൽ ആരെങ്കിലും 5 കിലോ അരിയോ 10 കിലോ അരിയോ കൊടുക്കോ? ഒരിക്കലും കൊടുത്താൽ അവര് ടൺ കണക്കിനെ കൊടുക്കത്തുള്ളൂ. ഓ, വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞേ, വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞേ. പൗലൂസിന്റെ കൂടെ ദൈവമുണ്ട്. പ്രതിസന്ധിക്കകത്തും ദൈവമുണ്ട്. ദൈവ പൈതലെ, പ്രതിസന്ധിക്കകത്തും നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ട് അടുത്തവർക്ക് കൈ കൊടുത്ത് വരാം. പ്രതിസന്ധിക്കകത്തും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നല്ല കൈ കുലുക്കി ഒന്നുകൂടെ പറഞ്ഞ്, അത് പ്രതിസന്ധിക്കകത്ത് ദൈവം നിന്റെ കൂടെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ വചനം പറഞ്ഞ് ആമേൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞ് ഇന്ന് തന്നെ നിങ്ങൾ ചിലത് കാണും. നിങ്ങൾ ഇന്ന് തന്നെ ചിലത് കാണും. നിങ്ങൾ ഇന്ന് തന്നെ ചിലത് കാണും. വിശ്വസിക്കുന്നു. കർത്താവ് സൂര്യൻ ഇന്ന് പടിഞ്ഞാറ് അതെ ഹല്ലേലൂയ അസ്തമിക്കുന്നതിന് മുൻപ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമാകുന്ന ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. അനുകൂലത വെളിപ്പെടുകയാണ്. പ്രതികൂലം മാറിയിട്ട് അനുകൂലത വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് ശക്തമായി മഹത്വം കൊടുത്ത്. പൗലോസിന് ഭയങ്കര സന്തോഷമായി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കയറിയവന്റെ കയ്യിൽ ഇപ്പോ കപ്പൽ നിറയെ ചരക്ക്. നിങ്ങളെന്ന് ഓർത്തോ, 275 യാത്രക്കാരെയും കണ്ടിട്ടല്ല അവരത് ചെയ്തത്. പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ കണ്ടിട്ട്. ദൈവ പൈതൽ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് ദൈവം തരുന്നൊരു മൂല്യം, നിനക്ക് ദൈവം തരുന്നൊരു വില ഈ ലോകത്തിലെ ആരും തരുന്നത് പോലെയല്ല, ഒരു മനുഷ്യനും തരുന്നത് പോലെയല്ല. നിനക്ക് നീ മനുഷ്യന്റെ മുൻപിലൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ ഒരു ദൈവത്തിന്റെ പൈതലാണോ? നീ ദൈവത്തിന്റെ മകളാണോ? നീ ദൈവത്തിന്റെ മകനാണോ? പൗലോസ് കൈ നീട്ടി ചോദിച്ചതല്ല, അവിടുത്തെ വായ്പ ചോദിച്ചതല്ല, അവർ കൈ നീട്ടി ചോദിച്ചതല്ല. ദൈവം കൊടുത്തു. ദൈവം കൊടുത്താൽ, ഇത് വെച്ച് ഞാനൊരു കാര്യം പറയാം, മനുഷ്യൻ കൊടുത്താൽ അളന്നു കൊടുക്കും, ദൈവം കൊടുത്താൽ അളക്കാതെ കൊടുക്കും. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞ്, മനുഷ്യൻ അളന്നാൽ അളന്ന അളവിൽ തിരിച്ചും കൊടുക്കണം. പക്ഷെ ദൈവം അളന്നാൽ ആ അളവ് അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. പൗലോസിനോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കാം. അതെ, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു പറയുമ്പോൾ തന്നെ എൻ്റെ ദൈവം അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. എൻ്റെ ദൈവം അവിടെ നിയന്ത്രിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതിൽ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh, come on. Hallelujah, hallelujah, hallelujah. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ,
ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ ആദ്യനും അന്ത്യനും ജീവൻ ഉറവിടമായോനേ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നൊരു കാര്യം, അസാധാരണമായ മനസ്സലിവ് നിനക്കുണ്ടാകാൻ പോവുകയാണ്. അസാധാരണ വാക്ക് ഞാൻ ഇപ്പോഴും എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അസാധാരണമായ മനസ്സലിവ്, അസാധാരണമായ കരുണ, അസാധാരണമായ കരുണ. എവിടെയൊക്കെയോ ആരൊക്കെയോ കരുണ കാണിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഏതൊക്കെയോ വ്യക്തികളോട് ദൈവം ഈ പകൽക്കാലം ഇടപെടുന്നു. നിന്നോട് കരുണ കാണിക്കേണ്ടവർ, നിന്നോട് മനസ്സലിവ് കാണിക്കേണ്ടവർ മനസ്സലിവും കരുണയും കാണിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ പ്രമാണി പൊമ്പിളിയോസ് പ്രമാണി അതേ അസാധാരണമായ കരുണ കാണിച്ചതുപോലെ ഈ പകൽക്കാലം നിന്നോട് അതേ ദൈവത്തിന്റെ ദയയാൽ, ദൈവത്തിന്റെ കരുണയാൽ ചില വ്യക്തികൾ കരുണ കാണിക്കാൻ പോകുന്നു. ഓ, ഔദ്യോഗിക മേഖലയിൽ കരുണയുണ്ടാകുന്നു, നിന്റെ ഓഫീസിനകത്ത് കരുണയുണ്ടാകുന്നു, നിന്റെ വാഗ്ദത്ത വിഷയത്തിനകത്ത് കരുണയുണ്ടാകുന്നു. ഓ, നിന്റെ വാഗ്ദത്ത വിഷയത്തിനകത്ത് കരുണയുണ്ടാകുന്നു. ഭയങ്കരമാകുന്ന മനസ്സലിവ് ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് കപ്പലിൽ യാത്ര തിരിക്കുക. പക്ഷേ നമ്മളൊക്കെ ഇന്ന് തിരിച്ച് പെട്ടെന്ന് ഓടിയെത്തുന്നത് പോലെ അന്നത്തെ കപ്പലൊന്നും ഓടിയെത്തത്തില്ല. സ്വതന്ത്രം ഈ ദ്വീപിൽ നിന്ന് കയറുമ്പോൾ ഈ പൗലോസിന്റെ നിയന്ത്രണം മാത്രമല്ല, കപ്പലിന്റെ നിയന്ത്രണം കൂടെ കർത്താവ് അങ്ങേറ്റെടുക്കുക. ഓ സ്തോത്രം. നേരത്തെ പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, ഇപ്പോൾ ഞാൻ നിന്നോട് പറയാം, നിനക്കോ ഇതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു ഇതൊന്നും സംഭവിക്കത്തില്ല, പക്ഷെ കപ്പൽ തകരും. പക്ഷെ ഇവിടെ നോക്കിക്കോണേ, തെക്കൻ കാറ്റടിച്ചപ്പോ കപ്പൽ തകർന്നില്ല. ഹല്ലേലൂയ. ആ വചനം ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ, അതിന്റെ 10-ാമത്തെ വാക്യം നോക്കണം. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. എല്ലാവരും പറഞ്ഞേ, ആവശ്യമുള്ളത് കിട്ടും. എല്ലാവരും പറഞ്ഞേ, ഈ വചനത്തെ നേറ്റെടുത്തോ. ആവശ്യമുള്ളത് ഈ വചനം പറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം അത് തരികയാണ്. ആവശ്യമുള്ളത് ഇപ്പോൾ നിനക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ? നിന്റെ വിവാഹത്തിന് ആവശ്യമുള്ളത്, നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത്, നിന്റെ കുഞ്ഞിന് ആവശ്യമുള്ളത്, നിന്റെ ബിസിനസ്സിന് ആവശ്യമുള്ളത്, എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി തരാൻ പോവുകയാണ്. അതിനാ വാക്ക് പറയുന്ന 10, അവർ ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു. കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. അടുത്ത വാക്ക് 11, 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്ന അശ്വനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സുറക്കൂസയിൽ കരക്കിറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റിയോടി രഗ്യോനിലെത്തി. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നീന്തണം നോക്കിക്കോണേ. 2 ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റന്ന് പുതല്യയിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ടു. ഞങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അപേക്ഷിച്ചു. ഒരു സ്തോത്രം പറഞ്ഞ് ആ വാക്ക് കണ്ടോ? ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ അടിക്കാത്ത ഒരു കാറ്റ് നിനക്ക് വേണ്ടി അടിക്കാൻ പോകുകയാ. ഇന്നലെ വരെ വെളിപ്പെടാത്ത ഒരു കാറ്റ്. പൗലൂസിന്റെ യാത്ര തുടങ്ങുമ്പോൾ 27-ൽ ആ തെക്കൻ കാറ്റ് മന്ദമായി ഊതി. എങ്ങനെ? ഒരമ്മ കുഞ്ഞിനെ തൊട്ടിലാട്ടുന്നത് പോലെ. അതാ അമ്മ ചുഴലിക്കാറ്റിലാട്ടുന്ന പോലെ ആട്ടോ? അതാ മരുഭൂമിയിലെ കാറ്റാട്ടുന്ന പോലെ അമ്മ ആട്ടോ?
അമ്മ ഒരിക്കലും അങ്ങനെ ആട്ടത്തില്ല. അമ്മ സാധാരണമായി ആട്ടുന്നത് എങ്ങനെയാണ്? ഇത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണിങ്ങനെ അടയുകയാണ്. തെക്കൻ കാറ്റ്, അതാ പൗലോസ് പറഞ്ഞ മന്ദം മന്ദമായി. സ്തോത്രം. ചില ആൾക്കാർ പറയാറില്ലേ, ഭയങ്കരമാകുന്ന ടെൻഷനുണ്ട്, ഭയങ്കരമാകുന്ന ഇറിറ്റേഷനുണ്ട്. ഒന്ന് പോയി ഏതെങ്കിലും കടൽക്കരയിൽ ഇരുന്നാൽ ആ കാറ്റ് കൊണ്ടൊന്ന് ആശ്വസിക്കായിരുന്നു. സ്തോത്രം. പണ്ട് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഞാനും എൻ്റെ അളിയനും ഞങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് വൈകുന്നേരം ഏതെങ്കിലും കടലിൻ്റെ സൈഡിൽ പോയിരിക്കും. ദർശകന്മാരും പോകാറുണ്ട്. സ്തോത്രം. പോയിരിക്കുന്ന നല്ലതാണ്. ദർശകന്മാർ ഇനി കല്യാണം കഴിയുമ്പോൾ കൂടെ ഒരുമിച്ച് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആകുമ്പോൾ തിരക്ക് പിടിച്ച് നിർത്തിക്കളയല്ലേ, കുറച്ച് നേരമൊക്കെ പോയിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. സ്തോത്രം. അവിടെ അടിക്കുന്ന മന്ദം മന്ദമായുള്ള കാറ്റാണ്. സ്തോത്രം പറഞ്ഞേ. അത് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ഭയങ്കരമാകുന്ന ഒരു ആശ്വാസം നമുക്ക് തോന്നും, ഇല്ലേ? അതേസമയം ചുഴലിക്കാറ്റ് അടിച്ചാലോ എൻ്റെ അമ്മോ എന്ന് വിളിച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഓടിത്തള്ളി കളയും, അല്ലേ? വെളിയിറങ്ങാൻ പോലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല പ്രതികൂലം വരുമ്പോൾ. പക്ഷേ മന്ദം മന്ദമായി അടിക്കുന്ന കാറ്റ്. പൗലോസ് പറയുകയാണ്, ഞാനൊക്കെ തളർന്നിരിക്കുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ആ സമയത്താണ് 27 അടിച്ച ആ തെക്കൻ കാറ്റ് വീണ്ടും കടന്നു വരുന്നു. ഓ സ്തോത്രം. ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, കർത്താവിനെ അറിഞ്ഞപ്പോ നിനക്ക് ഭയങ്കരമാകുന്ന പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞപ്പോൾ നീ അറിയാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആദ്യം ഒന്ന് കയറി വന്നതാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ദൈവസാന്നിധ്യം നീ അറിയാതെ അത് പോയി. ഏതൊക്കെ പ്രതികൂലം നിന്റെ ലൈഫിലോട്ട് വന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം ആ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഓ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഈ അറ്റ്മോസ്ഫിയറിനകത്ത് ഭയങ്കരമാകുന്ന മാറ്റം നടക്കുകയാണ്. നിങ്ങൾ ഇത്ര നേരം വചനം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ പൗലോസ് പറയുന്നു, ആ തെക്കൻ കാറ്റ് അടിച്ചതിനാൽ ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി. അതിനർത്ഥം ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, ആ തെക്കൻ കാറ്റ് നിന്റെ മേൽ അടിക്കാൻ തുടങ്ങുമ്പോൾ നീ അറിയാത്ത ചില ബന്ധങ്ങൾ, അനേകം പേർക്ക് ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറി. അനേകം പേർ തകർന്നു മാറിയപ്പോൾ, അനേകം പേർ പിന്മാറിയപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അറിയാത്ത ചില ദൈവ നിയോഗത്താലുള്ള ബന്ധങ്ങൾ, ദൈവരാജ്യത്തിലെ ബന്ധങ്ങൾ, ചില രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ, ചില വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ, അത് ദൈവത്താൽ ഉളവാകാൻ പോകുന്ന ഒന്നത്രേ. ഈ പകൽക്കാലം വിശ്വസിച്ചോ, നീ അറിയാത്തതെന്തോ എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ചെയ്യുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? കാരണം പൗലോസ് അവിടെ എടുത്തു പറഞ്ഞു, ഈശാനമൂലന്റെ സ്വഭാവം പറഞ്ഞു, തെക്കൻ കാറ്റിന്റെ സ്വഭാവം പറഞ്ഞു. അതെന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന കാറ്റാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് ഇന്ന് പകൽക്കാലം ഈ കാറ്റിന്റെ മേൽ വീശണം? നമ്മൾ പാടും, സ്വർഗീയ കാറ്റേ എൻ്റെ മേൽ എന്ത് ചെയ്യുക? ഊതുക, വീശുക, ഇല്ലേ? ഇല്ലേ? പണ്ടത്തെ ഭക്തന്മാർ എഴുതിയ പാട്ടാണ്, സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ആ സ്വർഗത്തിലെ കാറ്റ് ഭക്തൻ എഴുതിയത് എന്നെ നോക്കി വീശാനാ. ഈ പകൽക്കാലം നിന്നെ നോക്കി ആ സ്വർഗത്തിലെ കാറ്റടിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ കാറ്റടിക്കാൻ പോവുകയാണ്. നീ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത്. ഇവിടെ പൗലോസിന് കൈസരിയിൽ എത്തണം. അവിടെ എത്തണമെങ്കിൽ തെക്കൻ കാറ്റ് വന്നാലേ പറ്റത്തുള്ളൂ. ഇതിന്റെ അർത്ഥം ഇതാണ്, ദൈവ പൈതലെ നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ദൈവം തൻ്റെ കാറ്റിനെ അയക്കാൻ പോകുന്നു. വചനം പറയുന്നു, അവൻ മേഘത്തെ തൻ്റെ തേരാക്കി വരുന്നവൻ, അവൻ കാറ്റിലൂടെ ഇറങ്ങി വരുന്ന ദൈവമത്രേ. കാറ്റുകളെ തൻ്റെ വാഹനമാക്കി വരുന്നവൻ, മേഘത്തെ തൻ്റെ തേരാക്കി വരുന്നവൻ. പൗലോസ് പറയുന്നു, ഈ തെക്കൻ കാറ്റിനകത്ത് എൻ്റെ കർത്താവുണ്ട്. സ്തോത്രം. പക്ഷെ ഏലിയാവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. ഏലിയാവ് ഭയങ്കര പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് ഒരു ഗുഹയ്ക്കകത്ത് കയറി പുള്ളിക്കാരൻ അങ്ങ് ഒളിച്ചു. ആ ഒളിച്ച സമയത്ത് ആദ്യം ഭയങ്കരമാകുന്ന ഉരുൾപൊട്ടലും ഇടിമിന്നലും തീയും കാറ്റും എല്ലാം ഒക്കെ ഉണ്ടായി. ഒന്നിനും ദൈവമില്ലായിരുന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, എന്താണ് ഏലിയാവേ നിനക്കെവിടെ കാര്യം? എന്നിട്ട് മൃദുവായ ശബ്ദം, ഏലിയാവേ നിനക്കെന്ത്? സ്തോത്രം പറഞ്ഞേ. ഇവിടെ പൗലൂസിന്റെ അടുക്കൽ വന്ന് ആ കാറ്റ്, തെക്കൻ കാറ്റ് മന്ദം മന്ദമായി ഊതുകയാണ്. പൗലൂസേ,
നിന്നെ കൊണ്ടെത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്. ഓ സ്തോത്രം. നിന്നെ വാഗ്ദത്തത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്റെ പദ്ധതിയിലൊന്നും നീ എത്തേണ്ട സ്ഥലത്തെത്തത്തില്ല. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പദ്ധതി നീ അറിയാത്ത ചില സ്ഥലത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുന്നു. അവിടെ പൗലൂസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില സഹോദരന്മാർ എന്നെ കണ്ട് കരുണ കാണിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ആരാണ് ഈ സഹോദരന്മാർ? മാളിക മുറിക്കകത്ത് ഒരുമിച്ചിരുന്ന് 120 പേർ ആരാധിക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, അതേ മറ്റുള്ള രാജ്യക്കാരെ അത് കാണുവാനും അനുഭവിപ്പാനും ഇടയായിത്തീർന്നു. അതിനകത്ത് മാളിക മുറിന്നൊരു കവിഞ്ഞൊഴുക്കുണ്ടായി. ആ കവിഞ്ഞൊഴുക്ക് അനുഭവിച്ച ആരൊക്കെയാണ് ഇപ്പോൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നത്? അവർക്ക് യേശു ആരെന്നറിഞ്ഞൂടാ. പൗലൂസ് എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ ഇതാ അവിടെ വരുന്നുവെന്ന് അറിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമാകുന്ന ഒരു താല്പര്യം ആ ദൈവ മനുഷ്യനെ ഒന്ന് കാണും. നിങ്ങളത് ആലോചിച്ചൊക്കെ ദൈവമക്കളെ. അടുത്ത വാക്കിൽ പൗലൂസ് പറയുന്നു, അവർ പറഞ്ഞു ഒരാഴ്ച ഞങ്ങളെ കൂട്ടത്ത് താമസിക്കണം. സ്തോത്രം പറഞ്ഞേ. ദൈവം ഒരുക്കുന്ന വഴി കണ്ടോ? നീ അറിയാത്ത, നീ കാണാത്ത, നീ ചിന്തിക്കാത്ത. ഓ, ഇതാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇങ്ങനെയുള്ള വഴി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തുറക്കാൻ പോകുക. നിനക്ക് ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധങ്ങളുമില്ലാത്ത ചില സ്വർഗീയ ബന്ധങ്ങളെ ദൈവം നീയുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് ഈ ദൂതൻ ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയൂ? ദൈവത്തിന് ഡിവൈൻ കണക്ഷനുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുകയാണ്. ചില കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്തിൽ ഇപ്രകാരം പറഞ്ഞ്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അതിന്റെ 13-14 വാക്യം. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റേന്ന് പുതല്ലിയിലെത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ച് പിന്നെ അവർ റോമയിലെത്തി. അവിടെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടു. അപ്യപുരവും ത്രിവണ്ഡവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. സ്തോത്രം പറഞ്ഞേ. ആ വാക്യം നോക്കണേ. ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. സ്തോത്രം. പൗലോസ് ജീവിതാനുഭവത്തിൽ പറയുക, ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഞാൻ അറിയാത്തൊരു ധൈര്യം എൻ്റെ മേൽ വന്നു. ഒരാമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പലപ്പോഴും സ്തുതിച്ചിട്ട് ബലം വരാറില്ല. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തെ വാഴ്ത്തുമ്പോൾ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ അറിയാത്തൊരു ധൈര്യം എൻ്റെ അകത്ത് വരികയാണ്. പൗലോസ് പറയും, ഞാൻ രക്ഷപ്പെടത്തിലെന്ന് വിധി എഴുതിയതാണ്, ഞാൻ പുറത്ത് വരത്തിലെന്ന് വിധി എഴുതിയതാണ്, ആ കപ്പൽ ഛേദം എന്നെയും കൊണ്ടുപോകും എന്ന് ഞാൻ വിധി എഴുതിയതാണ്. പക്ഷേ ഞാൻ അറിയാത്ത ചില ബന്ധങ്ങൾ ദൈവം എനിക്ക് നൽകി. ഞാൻ അറിയാത്ത ആത്മീക ബന്ധങ്ങൾ ദൈവം എനിക്ക് നൽകി. ആത്മീകമായ മേഖലകളിലൂടെ ദൈവം എന്നെ വഴി നടത്തുകയാണ്. പൗലോസ് ദൈവത്തെ വാഴ്ത്തിയപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. അടുത്ത വാക്യപ്രകാരം പൗലോസ് പറയുകയാണ്, അതെ 16 വാക്യം, റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയുടെ കൂടെ വേറിട്ട് താമസിപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. ഹല്ലേലൂയ. തെക്കൻ കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കുമ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത അനുകൂലത നിനക്ക് വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? പ്രതികൂല കാറ്റിനകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ പൈതല്, പ്രതികൂല കാറ്റിൽ കിടക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി ഒരു തെക്കൻ കാറ്റ് ഈ പകൽക്കാലത്തിൽ അടിക്കുകയാണ്. ഓ, നിന്റെ മേലത് അടിക്കുകയാണ്. ഇത് ആത്മാവിന്റെ കാറ്റാണ്. ഇത് ദൈവ നിയോഗത്താലുള്ള കാറ്റാണ്. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ട ശോഭന തുറമുഖത്ത്, അതെ നിന്നെ കൊണ്ടെത്തിക്കുന്ന കാറ്റാണ്. നിന്നെ വാഗ്ദത്ത വിഷയത്തെ കൊണ്ടെത്തിക്കുന്ന കാറ്റാണ്. അതേ പൗലോസ് പ്രകാരം പറയുകയാണ്, അതേ പടയാളികൾക്ക് എന്നോട് കരുണയുണ്ടായി. നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ പൗലോസിൻ്റെതായിട്ടുള്ള ആ ജീവിത സാഹചര്യത്തിനകത്ത് ഇത് റോമിലെ ഭരണാധികന്മാർ കടന്നു വരുന്നു. അവരുടെ സുവിശേഷം പറയുന്നു. തീർന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ സഹായം. ഒരാമേൻ പറഞ്ഞേ. നമ്മൾ പ്രസംഗിച്ച് തുടങ്ങിയ ഭാഗം ദൈവസഹായമാണ്. ഈ മെസ്സേജ് ഇന്നുകൊണ്ട് അത് തീരുക. അടുത്ത വേറൊരു മെസ്സേജ് ആയിരിക്കും. ശ്രദ്ധിച്ച്, ദൈവസഹായം പറഞ്ഞാട്ടെ. ഓർത്ത് പറഞ്ഞ ദൈവസഹായം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ട് ദൈവത്തിൻ്റെ പൈതലെ? 27-ാമത്തെ അധ്യായത്തിൽ എത്ര സ്ഥലത്താണ് പൗലോസിന് സഹായം ഇറങ്ങി വന്നത്? ആരും സഹായിക്കാനില്ലാത്ത ഇടത്ത് ദൈവസഹായം ഇറങ്ങി വന്നല്ലോ. ഈ വാക്യം ഒന്നുകൂടെ നിങ്ങൾ താഴോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 വർഷം മുഴുവനും പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ ആർഗൽപ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശുവിനെ കുറിച്ച് ഉപദേശിച്ചു
നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? പൗലോസ് ഇപ്രകാരം പറയുന്നു. പൗലോസ് റോമിലെത്തിയപ്പോൾ, അതേ കപ്പൽ യാത്രയിൽ കയ്യിൽ ഒരു പൈസ ഇല്ലാത്തൊരു മനുഷ്യൻ ഇപ്പൊ റോമിലെത്തിയപ്പോൾ ഇപ്രകാരം പറയുന്നു, ആ ടൗണിനകത്ത് താൻ കൂലിക്കൊരു വീട് വാങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുന്നവനാണ്. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റുന്നവനാണ്. തെക്കൻ കാറ്റ് നിന്റെ അവസ്ഥയെ മാറ്റുന്നതാണ്. തെക്കൻ കാറ്റ് നിന്റെ ലൈഫിനെ മാറ്റുന്നതാണ്. എത്ര പേർക്ക് ദൂതൻ ആമേൻ പറയുവാൻ കഴിയും? പൗലോസ് പറയുന്നു, അതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കയറിയവനാണ്, പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൂതന്മാര് പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചു. പ്രതികൂലങ്ങൾ വന്നില്ലെന്നല്ല, പ്രതികൂലം വന്നു, കപ്പൽ ഛേദം വന്നു, അതെ അണലികർ കയ്യിൽ ചുറ്റി, ഭയങ്കരമാകുന്ന എതിർപ്പുകൾ ഉണ്ടായി, ദീപപ്രമാണിക്കാനുള്ള മനസ്സലിവുണ്ടായി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ എത്ര വർഷം? 2. എത്ര വർഷം? 2 വർഷം. ദൈവന്റെ സ്ഥിതിയെ മാറ്റും. ജോയ് ബദറെ വിശ്വസിക്കുക, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഭയങ്കരമാകുന്ന ദൈവിക അനുകൂലത നിങ്ങളുടെ വിഷയത്തിനകത്ത് ഈ പകൽക്കാലം എന്നോട് ഇടപെടുകയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. സ്തോത്രം. ഞാൻ ആത്മാവിൽ അത് കൈമാറട്ടെ. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഈ വചനം ആരൊക്കെ ഏറ്റെടുക്കുന്നു എനിക്കറിയത്തില്ല. നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വീട് പണിതുകൊണ്ടിരിക്കുന്നവരെ, നിന്റെ വീടിൻ്റെ പണി തീർക്കേണ്ട വഴി എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഈ ദൂതനെ വിശ്വസിച്ചോ, ഈ ദൂതനെ വിശ്വസിച്ചോ, ഈ ദൂതനെ വിശ്വസിച്ചോ. നീ അറിയാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നീ ചിന്തിക്കാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടല്ലോ, ആ വാഗ്ദത്തം നശിക്കത്തില്ല. പൗലോസിന് അത് 28-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ സ്ഥിതിയെ മാറ്റിയവൻ നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. ഓ, എൻ്റെ സ്ഥിതിയെ മാറ്റിയവൻ നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞ് ദൂതനെ ഏറ്റെടുക്കും? എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? ആ ചരിത്രകാരന്മാർ പറയുന്നു, ഏതോ ഗ്രാമപ്രദേശത്തല്ല, അവൻ ഏറ്റവും മെയിൻ ടൗണിൽ, ഏറ്റവും മെയിൻ ടൗണിൽ. ദൈവവൈതലേ, നീ വാലല്ല, നീ തലയാകുമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്. ഓ, നീ ഇപ്പോൾ വാലായി, ആരും അറിയാത്തവളായി, ആരും അറിയാത്തവനായി. ഓ, നിന്നെ ചുറ്റുപാടും നിന്നെ അംഗീകരിക്കാത്തവനായി ജീവിക്കുന്നുവെങ്കിൽ പൗലോസ് പറയും, ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസണിലേക്ക്. ആരോ യെസ് ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസണിലേക്ക് ഈ വചനം നിന്നെ കയറ്റുകയാണ്. നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ല, പൗലോസിനെ പോലെ ഒന്നും കാണത്തില്ല. ചിലർ പറയും, കർത്താവേ, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ. എന്നാൽ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ മാനിക്കുന്നവൻ ഇറങ്ങി വന്നാൽ, ഓ, നിന്നെ മാനിക്കുന്നവൻ ഇറങ്ങി വന്നാൽ, ഈ പകൽക്കാലം നിന്നെ മാനിക്കുന്നവൻ, നിന്റെ കുടുംബത്തെ മാനിക്കുന്നവൻ, നിന്റെ കുഞ്ഞിനെ മാനിക്കുന്നവൻ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ മാനിക്കുന്നവൻ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. ആരുടെ മേലൊക്കെ അത് വ്യാപരിക്കുന്നല്ലോ, ആരുടെ മേലൊക്കെ അത് വ്യാപരിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം ചില ഉറവ നിനക്ക് തുറക്കുന്നു, ചില ഉറവ നിനക്ക് തുറക്കുന്നു, ചില ഉറവകൾ തുറക്കുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി തുറക്കുന്നു, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. ദൈവ രാജ്യത്തിന് വേണ്ടി ആ ഉറവകളെ തുറക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ദൈവം നമ്മുടെ ദൈവം. നമ്മൾ ചിന്തിക്കും, എന്തിനാ ഈ വലിയ കഷ്ടത, എന്തിനാ ഈ വലിയ പ്രതികൂലം? ഞാനൊരു ദൈവത്തിൻ്റെ പൈതലല്ലേ, ഞാൻ ദൈവത്തെ അറിഞ്ഞ ഒരാളല്ലേ, എന്തിനെൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി? നിന്റെ പ്രതിസന്ധി എല്ലാം ദൈവം നല്ലതിന് വേണ്ടി മാറ്റും. എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. നമുക്കറിയാവുന്നൊരു പാട്ടുണ്ട്, കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പാടലിലും. ഓ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പാടലിലുണ്ട്. അക്കരയ്ക്കോ യാത്ര ചെയ്യും സിയോൻ. കരങ്ങളെ അടിച്ചു ചേർന്ന് കണ്ടു നീ ഭയപ്പെടേണ്ട. ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അങ്ങനെ ഒരുക്കുന്ന ഭവന
തെക്കിന്റെ കാറ്റ് ഞാൻ വിശ്വസിക്കുന്നു. ഈ സൗത്തിൽ ദൈവത്തിന്റെ ഭയങ്കരമാകുന്ന കാറ്റ് ഈ സൗത്തിൽ അടിക്കാൻ പോവുകയാണ്. അതേ പ്രവാചകന്മാര് പ്രവചിച്ചു, ഭാര്യാവരം യോനാഥാൻ പ്രവചിച്ചു. ഞാൻ വിശ്വസിക്കുന്നു വടക്കീന്ന് വരുന്ന തീയെ, അതേ തെക്കിന്റെ കാറ്റ്, ആ തെക്കീന്ന് വരുന്ന അഭിഷേകം അതിനെ തടുത്തു കളയുവാൻ ഇടയായിത്തീരും. ഈ പകൽക്കാലം ആ കാറ്റ് തെക്കിൽ അടിക്കട്ടെ, ആ ഉണർവിന്റെ കാറ്റടിക്കട്ടെ. വടക്കിന്റെ വാളുകളെ തകർത്ത് കളയുന്ന ആ തെക്കിന്റെ തീക്കാറ്റ്, ആ തെക്കിന്റെ തീക്കാറ്റ്, ആ തെക്കിന്റെ തീക്കാറ്റ് ഈ പകൽക്കാലം നിന്റെ മേൽ അടിക്കട്ടെ. അതേ സൗത്തിൽ അടിക്കട്ടെ, അതേ കേരളത്തിൽ അടിക്കട്ടെ, ട്രിവാൻഡ്രത്ത് അടിക്കട്ടെ. ആ തെക്കൻ കാറ്റ് ഡിവൈൻ കണക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവിക ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവിക നിയോഗങ്ങളെ കൊണ്ടുപോകുന്ന, നീ അറിയാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നയിക്കുന്ന ആ തെക്കൻ കാറ്റ് ഇപ്പോൾ നിന്റെ മേൽ ഇപ്പോൾ അടിക്കുകയാണ്. യെസ് 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 യെസ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഈ പകൽക്കാലം എന്റെ മേൽ അടിക്കുകയാണ്, എന്റെ മേൽ അടിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചത് ആ തെക്കൻ കാറ്റായിരുന്നു. തെക്കൻ കാറ്റായിരുന്നു. അത് ഇന്ന് മാത്രം അടിച്ചു തീരത്തില്ല. പൗലോസ് പറഞ്ഞു, പിറ്റെന്ന് നാളെയും നീ അത് കാണോ, നാളെയും നീ അത് കാണോ, മറ്റന്നായും നീ അത് കാണോ. ദൈവത്തിന്റെ വഴികൾ നീ കാണോ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണോ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണോ. നിന്റെ സകല വിഷയത്തിലും ഈ പകൽക്കാലം അത് വ്യാപരിക്കുന്നു. ഒരു വലിയൊരു പകർച്ച, ഒരു വലിയൊരു പകർച്ച, വലിയൊരു പകർച്ച പ്രമാണിക്ക് മനസ്സിൽ ഉണ്ടായതുപോലെ ചിലർക്ക് നിന്നോട് കരുണയുണ്ടാകട്ടെ. കരുണയുണ്ടാകേണ്ട വ്യക്തികൾക്ക് നിന്നോട് കരുണയുണ്ടാകട്ടെ. മനസ്സറിയേണ്ടവർ നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ഇപ്പോൾ മനസ്സറിയട്ടെ. വിസ അടിക്കേണ്ടവർക്ക് വിസ ഇപ്പോൾ അടിക്കട്ടെ. വിസകൾ തീർന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മനസ്സറി ഉണ്ടാകട്ടെ. രാജ്യങ്ങൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, വരുമാന മാർഗം തുറക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ പകരട്ടെ, പോരാട്ടങ്ങൾ അഴിയട്ടെ, ഇരുളുകൾ അഴിയട്ടെ. സാമ്പത്തിക മേഖലകള് തകർത്ത കാലങ്ങളായി പോരാടുന്ന ഇരുട്ടിന്റെ കെട്ടുകൾ അടിയട്ടെ, ഇരുട്ടിന്റെ കെണികൾ അടിയട്ടെ. Come on. താരം പേരം ഭവനം വൈഡ്, വൈഡം താരം പേരം ഭവനം ഭവനം വൈഡ്, ശവനം ഭവനം 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 വൈഡ്, ലവലഗരഗദര വൈഡവനത്തെ ലഗദേ. Come on, come on, come on. ഈ അന്തരീക്ഷം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാവുകയാണ്. ചേർന്ന് 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 നിങ്ങൾ ആരും ആയിക്കൊണ്ട് പോട്ടെ. നിങ്ങൾ ചെറിയവന് വലിയവനാകട്ടെ, ആദ്യമായി വന്ന വ്യക്തിയാകട്ടെ. ദൈവ സന്നിധിയിലാണ് നീ വന്നിരിക്കുന്നത്. എന്റെ കർത്താവിന്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. 27 പറയുന്നു, യൂലിയാസിന്റെ കയ്യിൽ പൗലോസിനെ ഏൽപ്പിച്ചു. സ്വർഗം പറഞ്ഞു, പൗലോസ് യൂലിയാസിന്റെ കയ്യിലല്ല, നിന്റെ കയ്യില് ഞാൻ 275 യാത്രക്കാരെ തരികയാണ്. 275 യാത്രക്കാര്. നീ ഒരു ദൈവ പൈതലെന്ന് നിന്റെ ദേശം അറിയേണ്ടതിന്, നീ ഒരു ദൈവ മനുഷ്യനെന്ന് അറിയേണ്ടതിന്, നീ ഒരു ദൈവദാസി എന്ന് അറിയേണ്ടതിന്, നീ ഒരു ദൈവ പൈതലെന്ന് അറിയേണ്ടതിന് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കരുണ. Come on, come on, come on, come on, come on, come on, come on. ദൈവം നിന്നെ മാനിക്കുന്ന പകൽ, ദൈവം നിന്നെ മാനിക്കുന്ന പകൽ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന പകൽ, ദൈവം നിന്നെ ഉയർത്തുന്ന പകൽ, ദൈവം നിന്നെ സ്ഥിതിയെ മാറ്റുന്ന പകൽ, മനസ്സലിവിന്റെ പകല, മനസ്സലിവിന്റെ പകല. യെസ് യെസ് യെസ്. ഷബബബബബബ ലാ റാഖിമാല റോഖോ റോമോമോ ലാ ബ്രാഖാമബബബ. തെക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്. കർത്താവിനെ അറിഞ്ഞപ്പോൾ നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു. പക്ഷെ നീ കണ്ടിന്യൂ ചെയ്ത് പോയില്ല.
എവിടെയോ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടേച്ചു പോയി, അല്ലെങ്കിൽ നീ വിട്ടേച്ചു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവുമായി നീ കണക്ട് ആവുകയാണ്. ഓ, ദൈവാത്മാവുമായി, ദൈവത്തിന്റെ കാറ്റുമായി നീ കണക്ട് ആവുകയാണ്. ഡിവൈൻ കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ ദൈവം തൊടുന്നല്ലോ. ചില സഹോദരിമാരെ തൊടുന്നല്ലോ, ചില സഹോദരിമാരെ തൊടുന്നല്ലോ, ചില സഹോദരിമാരെ തൊടുന്നല്ലോ, സഹോദരന്മാരെ തൊടുന്നല്ലോ. വായികളെ തുറന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇരുട്ടുകൾ മാറുന്ന പകൽ, രക്ഷപ്പെടുന്ന പകൽ, വിടുതൽ പ്രാപിക്കുന്ന പകൽ, അനുഗ്രഹിക്കുന്ന പകൽ, ജീവിതം മാറുന്ന പകൽ, ഡിവൈൻ ഹെൽപ്പേഴ്സ് ഇറങ്ങി വരുന്ന പകൽ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന പകൽ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന പകൽ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന പകൽ, ദൈവം വഴികളെ തുറക്കുന്ന പകൽ, ദൈവം വഴികളെ തുറക്കുന്ന പകൽ. വിശ്വസിക്കുക, എന്റെ വഴികളെല്ലാം അടഞ്ഞു കാണൂ. എന്റെ 9 വഴി അടഞ്ഞാലോ എന്റെ ദൈവം ഒരു വഴി തുറന്നാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവൈതലേ, ഏറ്റവും നല്ല കപ്പിത്താൻ ആരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ അറിവ് എന്ന് പറയും. ഏറ്റവും നല്ല കപ്പിത്താൻ എന്ന് പറയുന്നത് ശാന്തമായ കടലിലൂടെ കപ്പലൊട്ടിക്കുന്ന കപ്പിത്താനല്ല, പ്രക്ഷുബ്ധമായ കടലിലൂടെ കപ്പലിനെ നന്നായി സുരക്ഷിതമായി ഓട്ടിക്കുന്ന കപ്പിത്താൻ. ശാന്തമായ കടൽ ഒരിക്കലും നല്ലൊരു കപ്പിത്താനെ സൃഷ്ടിക്കാറില്ല. പക്ഷെ പ്രക്ഷുബ്ധമായ കടലാണ് ഏറ്റവും നല്ല കപ്പിത്താനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതം ഒരുപാട് സ്ട്രഗിളിലൂടെ പോയി കാണും. പക്ഷെ ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. നീ നല്ലൊരു കപ്പിത്താനായി മാറുകയാണ്. നീ നല്ലൊരു കപ്പിത്താനായി മാറുകയാണ്. നിന്റെ കയ്യിലോട്ട് ദൈവം പട്ടണങ്ങളെ തരാം, ഒരുപക്ഷെ ദേശങ്ങളെ തരാം, കുടുംബങ്ങളെ തരാം, വ്യക്തികളെ തരാം. കാരണം ഒരുപാട് കഷ്ടതയുടെ കടന്നുപോയിട്ടു എന്റെ ദൈവത്തെ നീ തള്ളിക്കളയാതെ മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവം ചില ദേശങ്ങളെയും ചില പട്ടണങ്ങളെയും ചില വ്യക്തികളെയും ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുക. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ കരുണ വലുതാണ്, ദൈവത്തിന്റെ ദയ വലുതാണ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, തെക്കൻ കാറ്റ്, പറഞ്ഞ തെക്കൻ കാറ്റ്. ഇയ്യോബിന്റെ കുടുംബത്തിൽ അടിച്ച മരുഭൂമിയിലെ കൊടുങ്കാറ്റ് 4 മൂലയ്ക്കും അടിച്ച് യൗവനക്കാർ മരിച്ചുപോയി. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അകത്ത് വ്യത്യസ്തമായ കാറ്റുകൾ അടിച്ചു. ചുഴലിക്കാറ്റ് കർത്താവിരുന്ന പടകിനെതിരെയും ശിഷ്യന്മാരുടെ പടകിനെതിരെ അടിച്ചു. കർത്താവ് അതിനെ ശാന്തമാക്കി. മണലിന്മേലും പാറമേലും പണിത ഭവനം ഉണ്ടായിരുന്നു. രണ്ടിന്റെ മേലും വൻമഴ ചൊരിഞ്ഞു. നദികൾ പൊങ്ങി കാറ്റടിച്ചു. പാറമേലുള്ള ഭവനം തകർന്നില്ല. പൗലോസ് യാത്ര ചെയ്ത കപ്പലിൽ ഈശാനമൂലൻ മാറി മാറി അടിച്ചു. പക്ഷെ കപ്പൽ തകർന്നു, പൗലോസ് തകർന്നില്ല. ദൈവവേദന, നിനക്ക് ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷെ നീ നഷ്ടപ്പെടാത്തത് ദൈവത്തിന്റെ കൃപയാണ്. നിന്റെ വേണ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ടു പോകാത്തത്, നിന്റെ വേണ്ടപ്പെട്ടവൾ നഷ്ടപ്പെട്ടു പോകാത്തത് ദൈവത്തിന്റെ കൃപയാണ്. പൗലോസ് പറയും, എന്നും ഈശാനമൂലൻ അടിക്കത്തില്ല, ഒരു നാൾ നിനക്ക് വേണ്ടി തെക്കൻ കാറ്റ് വരും. ഈ പകൽക്കാലം ഈ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മാറട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമീൻ. ആ കരങ്ങളെ നന്നായി അടിച്ച് കർത്താവിന് നല്ലൊരു മഹത്വം, നല്ലൊരു മഹത്വം കൊടുത്ത് സ്വർഗം അത് കേൾക്കട്ടെ. നല്ലൊരു മഹത്വം കൊടുത്ത്, നല്ലൊരു മഹത്വം കൊടുത്ത് കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് ഓലത്താന്നി, മുത്തൂറ്റ് ബാങ്ക് ബിൽഡിംഗ്, 2nd ഫ്ലോർ, ഓലത്താന്നി, നെയ്യാറ്റിൻകര. ആരാധനാ സമയം ഞായർ രാവിലെ 10:30 മുതൽ 1 മണി വരെ. സൗത്ത് ഇന്ത്യൻ റിവൈവൽ സിറ്റി ചർച്ച്, പ്ലാമൂർ ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചകളിലും 2:30 മുതൽ 5:30 വരെയും എല്ലാ വ്യാഴാഴ്ചകളിലും 10 മുതൽ 1 മണി വരെയും. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് കഴക്കൂട്ടം. സ്ഥലം ഗ്രാവിറ്റി ബിൽഡിംഗ്, 2nd ഫ്ലോർ, പോലീസ് സ്റ്റേഷന് സമീപം, കഴക്കൂട്ടം. ആരാധനാ സമയം ഞായർ രാവിലെ
7 മുതൽ 10 വരെയും എല്ലാ ചൊവ്വാഴ്ചകളിലും 10 മുതൽ 1 മണി വരെയും. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് കാരക്കോണം, മുത്തൂറ്റ് ബാങ്കിന് സമീപം, 2nd ഫ്ലോർ, പാറശാല റോഡ്, കാരക്കോണം. ആരാധനാ സമയം ഞായർ രാവിലെ 7 മുതൽ 10 വരെയും എല്ലാ വെള്ളിയാഴ്ചകളിലും 10 മുതൽ 1 മണി വരെയും. പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ.